ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഈ തടിയിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥി മുകളിലേക്ക് കയറിയത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ സ്കൂൾ മാനേജറൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയോ വലിഞ്ഞു കയറുകയായിരുന്നു എന്ന സ്വരത്തിലാണ് പറഞ്ഞത്. പരസ്പരം ചെരുപ്പെടുത്ത് എറിഞ്ഞ് കളിക്കുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു ശീലമാണ്. അതിനിടയിൽ ആ ഗ്യാപ്പിലൂടെ ഒരു പക്ഷേ ചെരുപ്പ് അപ്പുറത്തേക്ക് പോയതായിരിക്കാം. ഇപ്പോൾ അവിടെ കണ്ടിരുന്ന തടിയിൽ ചവിട്ടി, ആ ബോർഡിലും ചവിട്ടിയാണ് കുട്ടി ആ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് കയറിയത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളാണ്, എന്തൊക്കെയാണ് കാണിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതെ, അതിലൂടെ ഷീറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് തെന്നി വീണത്. തെന്നി വീണ സമയത്ത് അതിന് സമീപത്ത് കൂടി പോകുന്ന പിടിച്ചാൽ കിട്ടുന്ന തരത്തിലുണ്ടായിരുന്നത് വൈദ്യുതി കമ്പിയാണ്. സ്വാഭാവികമായും പ്രത്യേകിച്ചൊന്നും ചിന്തിക്കില്ല, ആരാണെങ്കിലും സംഭവിക്കുന്നതാണ്. വൈദ്യുതി കമ്പിയിൽ കയറി പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. അവിടേക്ക് നാട്ടുകാരടക്കമുള്ളവർ, രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ, വിദ്യാർത്ഥികളടക്കം പ്രാഥമികമായി പറയുന്ന കാര്യമാണ്. ഇനി അന്വേഷണം നടന്നാൽ മാത്രമേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആ സ്കൂൾ കെട്ടിടത്തിന്റെ നില ഇതാണ്. അവിടെ നിന്ന് ചെരുപ്പ് എറിഞ്ഞു കളിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ആ ഗ്യാപ്പിലൂടെ, നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ഗ്യാപ്പിലൂടെ ചെരുപ്പ് ഒരുപക്ഷെ പുറത്തേക്ക് പോയതായിരിക്കാം. ഈ തടി കഷ്ണത്തിലും ക്ലാസ്സുകൾ തമ്മിൽ മറയ്ക്കുന്ന ഒരു ബോർഡാണെന്ന് തോന്നുന്നു. ആ ബോർഡിലും ചവിട്ടിയിട്ടാണ് ഈ കുഞ്ഞ് ഈ മേൽക്കൂരയിലേക്ക് കയറിയത്. പക്ഷേ ആ ഗ്യാപ്പിലൂടെ ആണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു ബെഞ്ചടക്കം വരുന്നത്? ഒരുപക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതായിരിക്കാം എന്നുള്ളതാണ് പിന്നീട് ഈ സ്കൂളിന്റെ ഭരണാധികാരികളൊക്കെ പറയുന്നത്. അങ്ങനെ തെന്നി താഴേക്ക് പോകുന്നു. താഴേക്ക് വീഴുമ്പോൾ വൈദ്യുതി കമ്പിയിൽ പിടിച്ചു എന്നതാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ, സ്കൂൾ മാനേജറും ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ്. സ്കൂളിൽ അച്ചടക്കം എന്നൊക്കെ പറയുമ്പോഴും കുട്ടികൾ ഏതൊക്കെ തരത്തിൽ കളിക്കും, വികൃതി കാട്ടും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സ്കൂളിൽ വളരെ സുരക്ഷിതമായ സാഹചര്യം, ഭൗതിക സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട്. ഈ ഗ്യാപ്പിലൂടെ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇറങ്ങാൻ കഴിയില്ലാതെ തടിയിലൊക്കെ ചവിട്ടി ഭിത്തി കടന്നാണ് കയറിയത്. അതുകൊണ്ട് തന്നെ ഇത് അപകടം എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എൻട്രി ഉള്ള സ്ഥലമല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ആ സ്കൂളിനോട് അത്രയും താഴ്ന്നാണ് വൈദ്യുതി കമ്പി പോയിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടിയുടെ വലിയച്ഛൻ പറഞ്ഞതുപോലെ കുട്ടികളല്ലേ, അവർ കളിക്കും, ഓടും, എന്തും ചെയ്യും. അത് പറയാൻ കഴിയില്ല. സ്കൂളിൽ അതിന് അപകടകരമായ സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും എന്തൊക്കെ വികൃതി, ഏതൊക്കെ കുട്ടികൾ ആരൊക്കെ കാണിക്കുന്നു, അതൊക്കെ പലതും അധ്യാപകർ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ കുട്ടികൾ വികൃതി കാട്ടും, അല്ലെങ്കിൽ കളിക്കും, ഓടും, ഇതൊക്കെ സ്വാഭാവികമാണ്, സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ഇങ്ങനെ അപകടകരമായൊരു സാഹചര്യം ഉണ്ടായത്. ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം.